സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ഏഴ ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് ഏഴ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏഴ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, AR കോംപ്ലക്സ്. BMS മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BMS മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാടാനംകുറിശി മേൽപ്പാലം സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വാടാനംകുറിശി ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് വാടാനംകുറിശി റെയിൽവേ ഗേറ്റിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് തത്തനംപിള്ളി സ്വാഗതം പറഞ്ഞു. യൂണിയൻ മേഖലാ സെക്രട്ടറി ചെമ്പ്ര രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വിജയരംഗൻ, ജില്ലാ ജനറൽ സെക്രട്ടറി സമാരോഹ്, ശശി ചോറാട്ടൂർ എന്നിവർ സംസാരിച്ചു. BMS ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഈ റോട്ടിലൂടെ ഒരു ഗർഭിണിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയാൽ അവരത് ഹോസ്പിറ്റലിൽ എത്തുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഈ റോഡിലൂടെ ഒരു കാർഡിയോ പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയാൽ അവരുടെ അവസ്ഥ എന്താവുമെന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലുമല്ലാത്ത അവസ്ഥയാണ്. അത്രയും ദുർഘടം പിടിച്ച ഒരു റോഡായി നമ്മളുടെ വാടാനംകുറിശി റോഡ് മാറിയിരിക്കുന്നു. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാർക്കും സംഘടനകൾക്കും ഭയമുണ്ടെങ്കിൽ കിരണ പതാക പിടിച്ചു നടക്കുന്ന ഭാരതീയ മസ്ദൂർ സംഘത്തിന് യാതൊരു വിധ ഭരണവുമില്ല. ഏതൊരു ഭരണകൂടത്തിനെതിരെയും സമരം ചെയ്യാൻ ഞങ്ങൾ സജ്ജരാണ്, ഏത് സമയത്തും എന്ന് കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സാധാ ഓട്ടോറിക്ഷ തൊഴിലാളി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിക്കഴിഞ്ഞാൽ അവന് കിട്ടുക 100-600 രൂപയായിരിക്കും. ഈ ഓട്ടം കഴിഞ്ഞ് രാജോട്ടന്റെ ഒക്കെ ആക്സിൽ ഒടിഞ്ഞുകൊണ്ട് അതിന്റെ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ തന്നെ ഒരു ദിവസം അത്ര തുക നമുക്ക് ആവശ്യമായിട്ട് വരും, അല്ലേ? സാധാരണ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. ഒരു വാഹനവും പോകാമല്ലേ. ഇവിടെ ബൈക്കുകൾ വീണിട്ടും കുഴിയിൽ വീണിട്ടും ഒക്കെ ആക്സിഡന്റുകൾ ഉണ്ടായി എന്നാണ് എന്റെ സഹപ്രവർത്തകർ ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി. ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡ് 5 വർഷമായിട്ട് ഇതേ അവസ്ഥയിലായിട്ട് അതിനെതിരെ ഭരണകൂടം കണ്ണു തുറക്കുന്നില്ല എങ്കിൽ അത് തീർത്തും നമ്മളോടുള്ള പൊതുജനത്തിനോടുള്ള അനാസ്ഥയാണ്, അനാദരവാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നാൽ അത് സാധാരണക്കാരന് വേണ്ടി ഭരിക്കുന്നതിനും സാധാരണക്കാരന് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുന്നതിനും അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി വരേണ്ട ഭരണകൂടം ഇത്തരത്തിൽ അധപ്പതിച്ചത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കാണാനുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമായിരിക്കും. മറ്റൊരു സംസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ കാണാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക് CCV.